എന്താണ് ബദർ? ചുരുങ്ങിയ രീതിയിൽ ഞാനൊന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഹിജ്റ പോരുമ്പോൾ അവരുടെ സ്വത്തും അവരുടെ എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് ശത്രുക്കൾ മുഴുവനും അതെടുക്കുകയാണ്. അതുപയോഗിച്ചുകൊണ്ടാണ് അവർ ബിസിനസ് നടത്തുന്നത്. അതുപയോഗിച്ചുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്ന് ഹിജ്റയുടെ 2-ാം വർഷം റമളാൻ മാസം 8-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വിവരം കിട്ടി. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 40 പുരുഷന്മാർ 1000 ഒട്ടകത്തിൻ്റെ പുറത്ത് 50,000 ദീനാറുമായി വലിയ ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കച്ചവട സംഘം വരുമ്പോഴൊക്കെ അവർ മക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബദറിൽ അവർ വരും. ഈ ബദറിൽ എല്ലാവരും വെള്ളമെടുക്കുന്ന നല്ലൊരു കിണർ ഇവിടെ ഉണ്ട്. യാത്രയിൽ അവർക്ക് മരുഭൂമിയിലൂടെയാണല്ലോ യാത്ര. അപ്പോൾ ആ വെള്ളമെടുക്കുന്ന സ്ഥലത്ത് അവർ വന്ന് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ എല്ലാ സമയത്തും പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് ഈ വിവരം കിട്ടിയപ്പോൾ റസൂലുള്ള അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞു, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘമുണ്ട്. നമ്മളെ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് തടയണം. ആ സമയത്ത് അവിടെയുള്ള 313ഓളം വരുന്ന സ്വഹാബത്ത് അതിന് തയ്യാറായി. യുദ്ധത്തിന് വേണ്ടിയല്ല വരുന്നത്. യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ കൂടുതൽ അംഗങ്ങൾ, കൂടുതൽ ആൾക്കാർ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ 313 ആൾക്കാർ അതിനു വേണ്ടി തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു മക്തൂമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യണം, പള്ളിയിൽ ഇമാമായി നിസ്കരിക്കണം. അബൂ ലുബാബയെ വിളിച്ചിട്ട് പറഞ്ഞു, മുത്തവല്ലിയായി നിങ്ങളിവിടെ ഉണ്ടാവണം. അങ്ങനെ അവർ പുറപ്പെട്ട സമയത്താണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ ബീവിയുടെ ഭർത്താവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. റുഖിയ ബീവി സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഉസ്മാനെ നീ ഇപ്പോൾ തൽക്കാലം പോരേണ്ടതില്ല. അങ്ങനെ മക്കയിൽ നിന്ന് അവർ നടന്നു. 1-2 മൈൽ ദൂരം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൾക്കാരെ നോക്കി, ആരാണ് ഈ കൂട്ടത്തിലുള്ളത്, ചെറിയ മക്കളൊക്കെ ഉണ്ടോയെന്നാണ് റസൂലുള്ളാഹി പരിശോധിക്കുന്നത്. നോക്കുമ്പോൾ അതിൽ ഉമൈർ ബിൻ അബീ വഖാസ് എന്ന് പറഞ്ഞ 16 വയസ്സുള്ള ഒരു മോനുണ്ട്. ആ മോനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പോരേണ്ടതില്ല. ആ കുട്ടി പൊട്ടിക്കരഞ്ഞു, എനിക്ക് പോരണം. ആ പോക്കിലെങ്ങാനും എനിക്ക് ഷഹീദാവാൻ കഴിഞ്ഞാൽ നാളെ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ റസൂലേ. എന്നാൽ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ അവർ 2 ദിവസം നടന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ആരും നോമ്പെടുക്കേണ്ടതില്ല. നോമ്പ് മുറിക്കാനുള്ള ഓർഡർ കൊടുത്തു. അങ്ങനെ അവരവിടെ നിന്ന് സഫ്രാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇറങ്ങി. നമ്മളിപ്പോൾ പോയില്ലേ, അവിടെയാണ് സഫ്രാ. അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ആളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഈ കിണറിൻ്റെ അവിടെ പറഞ്ഞയച്ചിട്ട് അവിടെ പോലീസുണ്ട്, അവിടെ നിന്ന് ഓടിക്കുകയാണ് വെളുത്ത്. 2 ആളെ കിണറിൻ്റെ അവിടെ പറഞ്ഞയച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, വല്ല വിവരമുണ്ടോ എന്നുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 2 പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ തടയാൻ വേണ്ടി പദ്ധതിയിട്ട് എന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ലംലം എന്ന് പറഞ്ഞ ഒരാളെ മക്കയിലേക്ക് ഈ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവൻ സ്പീഡിൽ മക്കത്ത് ചെന്നിട്ട് പറഞ്ഞു, ഓ മക്കക്കാരെ, അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തടയാൻ വേണ്ടി മുഹമ്മദും കൂട്ടരും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, അതിനെ നേരിടാൻ വേണ്ടി വരണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം 600ഓളം പടയങ്കികൾ അവരെ കയ്യിലുണ്ട്, 100 കുതിരകൾ അവരെ കൂടെയുണ്ട്, 700 ഒട്ടകം അവരെ കൂടെയുണ്ട്. അങ്ങനെ പെൺകുട്ടികളുണ്ട്, കുട്ടികളുണ്ട്. അവരൊക്കെ വലിയ സംഘത്തോടു കൂടെ ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സഫറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ വന്ന് റസൂലുള്ള രണ്ടാളെ ഈ കിണറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ അവിടെ നിന്ന് രണ്ട് സ്ത്രീകൾ വെള്ളം മുക്കുന്നുണ്ട്. ആ വെള്ളം മുക്കുന്നത് കണ്ടപ്പോൾ ഇവരവിടെ പോയി നിന്നു. ആ സമയത്ത് ഈ രണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യാണ്, കച്ചറ കൂടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ഇതിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റേ സ്ത്രീക്ക് ഒരു പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു എൻ്റെ പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല, 1-2 ദിവസത്തിനുള്ളിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വരും, അവർക്ക് ഞാൻ വെള്ളം മുക്കിക്കൊടുക്കും, അവരെനിക്ക് കൂലി തരും, അതുകൊണ്ട് നിൻ്റെ കടം ഞാൻ വീടാം എന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം ശേഖരിക്കാൻ വേണ്ടിയാണല്ലോ ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. അവിടെ പിന്നെ മജ്ദി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. മജ്ദി പറഞ്ഞു സത്യമാണ്, അവരിങ്ങോട്ട് വരുന്നുണ്ട്, 2 ദിവസത്തിനുള്ളിൽ വരും. നേരെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, റസൂലേ 2 ദിവസത്തിനുള്ളിൽ അബൂ സുഫിയാനൊക്കെ ഇങ്ങോട്ട് വരുമെന്നുള്ള വിവരം അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ വരുമെന്നുള്ളത് ഉറപ്പായി. പക്ഷേ അബൂ സുഫിയാനും വലിയ ബുദ്ധിമാനാണ്. അബൂ സുഫിയാൻ ഈ കച്ചവടത്തിൻ്റെ സംഘം വരുന്നതിൻ്റെ മുമ്പ് അവനെന്ത് ചെയ്തു, ആദ്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു. ഈ കിണറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മജ്ദി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു ഇന്നലെ ഇവിടെ 2 ആൾ വന്നിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്ത്. അവർ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവർ തിരിച്ചുപോയി. ഈ സമയത്ത് അബൂ സുഫിയാൻ എന്താ ചെയ്തെന്നറിയോ, അതാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒട്ടകത്തിൻ്റെ കാഷ്ടമെടുത്തു, അത് പൊട്ടിച്ചു നോക്കി, അതിലുള്ള ഈത്തപ്പഴ കുരു കണ്ടപ്പം പറഞ്ഞു ഈ ഈത്തപ്പഴം മദീനയിലുള്ള ഈത്തപ്പഴമാണ്, അപ്പോൾ മുഹമ്മദിൻ്റെ ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു സ്കാനിങ്ങോ മറ്റൊന്നും ഇല്ലാതെ അവൻ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് മദീനയിലെ ഈത്തപ്പഴമായതുകൊണ്ട് മുഹമ്മദിൻ്റെ ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നത്. അവൻ പെട്ടെന്ന് കച്ചവട സംഘത്തോട് പറഞ്ഞു ആരും ഈ വഴിക്ക് വരണ്ട, നിങ്ങൾ വഴി മാറി പോവണം. അങ്ങനെ അവർ വഴി മാറി വേറെ ഒരു വഴിയിലൂടെ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരം അറിയിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആരും യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട. പക്ഷേ അബൂജഹൽ പറഞ്ഞു പറ്റൂല, നമ്മൾ മുഹമ്മദിനെ പേടിപ്പിച്ചിട്ടില്ലെങ്കിൽ അവനിത് വീണ്ടും ആവർത്തിക്കും, അതുകൊണ്ട് നമുക്ക് ബദറിൽ പോവണം, അവിടെ 2-3 ദിവസം താമസിക്കണം, ഒട്ടകങ്ങളെ അറുക്കണം, കള്ള് കുടിക്കണം, നൃത്തമാടണം, മുഹമ്മദിനെ നന്നായി ഒന്ന് പേടിപ്പിക്കണം, അതുകൊണ്ട് പോവണമെന്ന രീതിയിൽ 1000-ഓളം വരുന്ന ആൾക്കാരും ഇങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ ഇവർ രക്ഷപ്പെട്ടെന്ന വിവരം കേട്ടപ്പോൾ അതിൽ നിന്ന് 100 പേര് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയി. അവരിങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ ആയുധങ്ങൾ എന്താ ഉള്ളതെന്നറിയോ, 60 പടയങ്കി, 2 കുതിര, ഈ 100ഓളം വരുന്ന 70ഓളം വരുന്ന ഒട്ടകം, ഇത് മാത്രമേ റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ളൂ. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദഫിറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. ദഫിറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഖുറൈശികൾ ഇങ്ങനെ യുദ്ധത്തിന് വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും യുദ്ധം ഉദ്ദേശിച്ച് വരികയല്ലല്ലോ. റസൂലുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, സിദ്ദീഖേ അവരിങ്ങനെ യുദ്ധത്തിന് വരികയാണല്ലോ, നമ്മളെന്താ ചെയ്യുക? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, നമ്മളെന്താണ് ചെയ്യുക? ആ സമയത്ത് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങൾ ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബീനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. മൂസാ നബീനോട് ബനൂ ഇസ്രായേൽക്കാർ അവസാനം പറഞ്ഞത് ഇദ്ഹബ് വ അൻത വറബ്ബുക ഫഖാതിലാ, നിങ്ങൾ എന്ത് ചെയ്തോ, നീയും നിൻ്റെ പടച്ചോനും പോയിട്ട് എന്ത് ചെയ്തോ, യുദ്ധം ചെയ്തോ എന്നാണ് ബനൂ ഇസ്രായേൽക്കാർ മൂസാ നബീനോട് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ പറയൂല, ഞങ്ങൾ പറയാ ഇദ്ഹബ് വ അൻത വറബ്ബുക ഫഖാതിലാ ഫഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങളും കൂടെ യുദ്ധത്തിന് വേണ്ടി കൂടും എന്ന് മിഖ്ദാദ് ബിൻ അംർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ അൻസാരികളുടെ മദീനക്കാരുടെ ഒരു നേതാവുണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, അവരെ വിളിച്ചു. അവർ പറഞ്ഞു, നബിയെ തങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു കടൽ വിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞാൽ തങ്ങളെ കൂടെ ഞങ്ങളും പോരും, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. ഒരു വെളുത്ത പതാക മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ 2 പതാക, ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു കറുത്ത പതാക കൊടുത്തു,
പിന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിൽ മറ്റൊരു പതാകയും കൊടുത്തു. ദഫിറാനിലാണ് അവരുള്ളത്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങോട്ട് വന്നു.